بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين صدق الله مولانا العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാനിൽ നാം ഓരോരുത്തരും ചെയ്തതായ മുഴുവൻ സൽക്കർമ്മങ്ങളെയും പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുൻകാലങ്ങളിൽ നാം ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഈ വിശുദ്ധമായ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് മഗ്ഫിറത്തിന്റെ 10ന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ റഹ്മത്തിന്റെ 10ൽ റഹ്മത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന ഇത്ഖും മിനന്നാറിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും 10ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിലും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സ്തംഭങ്ങളാണല്ലോ ഇസ്ലാം കാര്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭത്തിൽ 5 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ദീനിൽ പഠിപ്പിക്കുന്നത്. ആ 5 കാര്യങ്ങളിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഫർളായ കാര്യത്തിൽപ്പെട്ടതാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. മുതലിന്റെ സക്കാത്താണ് സക്കാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. സക്കാത്തുകൾ 2 തരത്തിൽ പറയപ്പെടാറുണ്ട്. ഒന്ന് ശരീരത്തിന്റെ സക്കാത്താണ്, രണ്ടാമത്തത് മുതലിന്റെ സക്കാത്താണ്. ശരീരത്തിന്റെ സക്കാത്താണ് ചെറിയ പെരുന്നാളിന്റെ സമയത്ത് നാം നമ്മുടെ നോമ്പിൽ വന്നിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കുന്നതിന് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കാറുണ്ട്. അത് ശരീരത്തിന്റെ സക്കാത്താണ് എന്നാണ് അതിനറിയപ്പെടുക. നാം ഇവിടെ പറയുന്നത് മുതലിന്റെ സക്കാത്തിനെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ ചില പരിധിയിലേക്ക് ധനത്തിന്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ ചില വസ്തുക്കളും നിശ്ചിതമായ ചില ധനങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ് സക്കാത്ത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ആ സക്കാത്തിൽ തന്നെയും ഹിജറ വർഷം പൂർത്തിയാക്കുക എന്നത്
സക്കാത്ത് നൽകപ്പെടുന്നതിന്റെ മുഖ്യമായ ഷർത്തിൽപ്പെട്ടതാണ്. ഒരു വർഷം തികയുമ്പോഴാണ് ഈ സക്കാത്ത്, മുതലിന്റെ സക്കാത്ത് നിർബന്ധമായി അവനിലേക്ക് വന്നെത്തുക. അള്ളാഹു നിർബന്ധമാക്കിയ ചില ജീവജാലങ്ങൾ, കാലികളിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടവരുണ്ട്. അതുപോലെ ചില മുതലുകൾ, ആ മുതലുകൾ എന്നറിയപ്പെടുന്നത് സ്വർണവും വെള്ളിയുമാണ്. അതുപോലെ ചില ധാന്യങ്ങൾ, വിളകൾ എന്നിവയിൽ നിന്നും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ കച്ചവട സാധനങ്ങളിൽ നിന്നും സക്കാത്ത് കൊടുക്കേണ്ടവരുണ്ട്. ഇങ്ങനെ ഈ തരത്തിൽ സക്കാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിപുലമായി, വിശദമായി ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിർബന്ധ ബാധ്യതയായി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പൂർണ്ണതയുണ്ടാകുന്നത്, അവൻ ഈമാനുണ്ട് എന്നതിന് അടയാളപ്പെടുത്തുന്നത് സക്കാത്ത് നിർവഹണത്തിലൂടെ മാത്രമാണ്. ഇത്തരത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഇസ്ലാം സക്കാത്തിനെ പരിചയപ്പെടുത്തുന്നത്. ഒരാൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ധനം യാതൊരു മടിയുമില്ലാതെ, പ്രയാസവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്നതാണ് സക്കാത്ത് നിർവഹണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരാൾ സക്കാത്ത് നിർവഹണം നടത്തുന്നതിലൂടെ അവന് സാമ്പത്തികമായ വിശുദ്ധി കൈവരികയാണ്. നമ്മുടെ ആത്മീയമായ, മാനസികമായ, ശാരീരിക ശുദ്ധിയാണല്ലോ വിശുദ്ധമായ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേപോലെ ഇസ്ലാം പഠിപ്പിക്കുന്നത് സാമ്പത്തികമായ ശുദ്ധിയും ഒരാൾക്ക് ആവശ്യമാണ് എന്നതാണ്. ആ സാമ്പത്തികമായ വിശുദ്ധി ഒരാളിലേക്ക് കൈവരുന്നത് സക്കാത്ത് നിർവഹണത്തിലൂടെ മാത്രമാണ് എന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വസ്സലാത്തു നൂറുൻ, തീർച്ചയായും നമസ്കാരം എന്നതൊരു പ്രകാശമാണ്. നമസ്കാരം എന്നതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രകാശമായി നിലനിൽക്കുന്ന, അവന്റെ ഇരുട്ടാറുന്ന ജീവിതത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴിതെളിക്കുന്ന മഹത്തരമായ ഒരു ഇബാദത്താണ് നമസ്കാരം. എങ്ങനെയാണ് അവന് അത് വെളിച്ചമായി മാറുന്നതെന്നറിയുമോ? ആരുമാരും സഹായിക്കാനില്ലാതെ, ആരുമാരും ഉറ്റവരും ഉടയവരും എല്ലാവരും ഉപേക്ഷിച്ച് ഏകനായി ഞാനും നിങ്ങളും 6 അടി മണ്ണിലേക്ക് പോയി കിടക്കേണ്ടവരാണ്. ആ 6 അടി മണ്ണിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കുമ്പോ ആ ഖബറിൽ ഒരു വെളിച്ചമായി, പ്രകാശമായി നാം നമസ്കരിച്ച നമസ്കാരങ്ങൾ വരുമത്രേ. ഖിയാമത്ത് നാളിന്റെ പ്രകാശമാണ്. ഖിയാമത്ത് നാളിന്റെ ഇരുളുകളിൽ നിന്ന്, നരകത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് ആ മനുഷ്യന് നമസ്കാരം നൽകുന്നത്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണെങ്കിൽ, സ്വതക്കയെ പറ്റി, സക്കാത്തിനെ പറ്റി പ്രവാചകൻ പറയുന്നത് മറ്റൊരു തരത്തിലാണ്. വസ്സദഖതു ബുർഹാൻ, സ്വതക്ക എന്നത്, സക്കാത്ത് എന്നത് തെളിവാണ്. ഒരു മനുഷ്യന് ലഭിക്കുന്ന തെളിവാണത്. എന്തിന്റെ തെളിവാണ്? ആ മനുഷ്യന് ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ് സക്കാത്ത്. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്, അവന് ഈമാനുണ്ട് എന്നവനെ തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ് സക്കാത്ത്. കപട വിശ്വാസിയെയും ഒരു വിശ്വാസിയെയും തിരിച്ചറിയാനുള്ള മാർഗമാണ് സക്കാത്ത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരുപക്ഷെ ഒരുപാട് അവൻ നമസ്കരിക്കുന്നവനാകാം, ഒരുപാട് നോമ്പുകൾ നോക്കുന്നവനായേക്കാം. പക്ഷേ അവന് സ്വന്തം അധ്വാനിച്ച ധനത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ ഒരു വിഹിതത്തെ പാവപ്പെട്ടവരിലേക്ക് കൊടുക്കുക എന്നത് അത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്,
കപട വിശ്വാസത്തിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അവന്റെ മുതലിന്റെ സക്കാത്ത് അവൻ നിർവഹിക്കേണ്ടവനാകണം. അവന് സാമ്പത്തികമായ വിശുദ്ധി ഉണ്ടാകണം. ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവനും അത് കൊടുക്കാത്തവനെയും കപടവിശ്വാസിയുടെയും വിശ്വാസത്തിന്റെയും വ്യത്യാസമായി, തമ്മിലുള്ള വ്യത്യാസമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, വസ്സബ്റു ദിയാ, ക്ഷമ കൈക്കൊള്ളുക എന്നത് അത് പ്രകാശമാണ്, വെളിച്ചമാണ്. എടുത്തുചാട്ടം എന്നത് ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമല്ല. ഏതൊരു കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നാലും ക്ഷമിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ അടയാളം, ഒരു വിശ്വാസിയുടെ സ്വഭാവം അതാണ്. എടുത്തുചാട്ടം എന്നത് ശൈത്താനിന്റെ സ്വഭാവമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. വീണ്ടും പ്രവാചകൻ പറയുന്നതായി കാണാം, വൽ ഖുർആനു ഹുജ്ജത്തുൽ ലകാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തതായ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഒന്നുകിൽ അവന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു തെളിവാണ്, നമുക്ക് അനുകൂലമായി വാദിക്കുന്ന, നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷി നിൽക്കുന്ന ഒരു സൽക്കർമ്മമായി നാം ഓതിയ ഖുർആനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കുമത്രേ. നമുക്ക് വേണ്ടി ഖുർആൻ വാദിക്കും, അല്ലാഹുവേ എന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനാണ് ഈ കിടക്കുന്ന മനുഷ്യന്, എന്റെ ജീവിതത്തിൽ പാരായണം ചെയ്തതാണ് ഈ മനുഷ്യന്, ഇവനെ നീ നരകത്തെ തൊട്ട് നീ കാക്കണമേ അല്ലാ എന്ന രീതിയിൽ വിശുദ്ധമായ ഖുർആൻ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സമയം വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വൽ ഖുർആനു ഹുജ്ജത്തുൽ ലകാ ഔ അലൈകാ, ഒന്നുകിൽ നിനക്ക് എതിരിൽ സാക്ഷി നിൽക്കുന്ന ഒരു തെളിവാണ് വിശുദ്ധമായ ഖുർആൻ. ഖുർആനിന്റെ നിയമങ്ങൾ അനുസരിക്കാത്തവന്, ഖുർആനിനെ പാരായണം ചെയ്യാത്തവന്, ഖുർആനുമായി ബന്ധപ്പെടാത്തവന്, ഖുർആനിനോട് താല്പര്യമില്ലാത്തവൻ, ആ ഖുർആൻ അവന് എതിരിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു ദിവസം വരാറുണ്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, കുല്ലുന്നാസി യഗ്ദൂ, എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും അവന്റെ സ്വന്തം ശരീരത്തെ അവൻ വിൽക്കുകയാണ്. ആരിലേക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് അവൻ വിൽക്കുന്നത്. അവന്റെ സ്വന്തം ശരീരത്തെ അല്ലാഹുവിലേക്ക് വിൽക്കുകയാണ്. അല്ലാഹുവിന് വേണ്ടി ഏതൊരു ശരീരത്തെയാണോ വിൽക്കുന്നത്, അല്ലാഹുവിന് വേണ്ടി ഏതൊരു ശരീരത്തെയാണോ മാറ്റിവെക്കുന്നത്, അവൻ ജീവിതത്തിൽ വിജയിക്കുന്നവനാണ്, നരകത്തിൽ നിന്നുള്ള മോചനം അവന് ലഭിക്കുകയാണ്. അല്ലെങ്കിൽ അവന്റെ ശരീരത്തെ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ ദീനുമായിട്ട് അവനൊരു ബന്ധമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ, അവന്റെ സ്വന്തം ശരീരത്തെ അവനും വഞ്ചിക്കുകയാണ്, അവന് ശപിച്ചിരിക്കുകയാണ്, ശിക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ ശരീരവും രണ്ട് തരത്തിലുള്ള ശരീരമാണ്. ഒന്നാമത്തത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വിൽപ്പന നടത്തുന്ന ശരീരം, അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്ന ശരീരം. രണ്ടാമതോ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാത്ത ശരീരം. അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്ന ശരീരം അവൻ നരകത്തെ തൊട്ട് അവന്റെ ശരീരത്തെ കാക്കുന്നു. അല്ലാഹുവിലേക്ക് വിൽപ്പന നടത്താത്ത, അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാത്ത ശരീരമോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിന്റെ അവകാശിയാണ്, അവൻ നാശത്തിലേക്കാണ് അവന്റെ ശരീരത്തെ കൊണ്ടുപോയി ഇടുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പോ ഇവിടെ നാം സംസാരിച്ചു വന്നത് പരിശുദ്ധമായ സക്കാത്ത് എന്ന കർമ്മം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെളിവായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്തിന്റെ തെളിവ്? അവനിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. കാരണം നാം സ്വന്തം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ ചോര നീരാക്കി നമ്മൾ ഉണ്ടാക്കിയ ധനം, ആ ധനത്തിന്റെ ഒരു വിഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കലാണ്. അതോടുകൂടി അവന്റെ ഈമാനിന്റെ പരിപൂർണതയിലേക്ക് അവൻ എത്തപ്പെടും. അവന്റെ ഈമാൻ അവന്റെ ഹൃദയത്തിലുണ്ട് എന്ന് അതുവഴി അവൻ അറിയാൻ കഴിയുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് പൊതുവായിട്ട് ജനങ്ങളുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സക്കാത്ത് നിർവഹണം എന്നത് വലിയ വലിയ സാമ്പത്തികമായ സ്രോതസ്സുകളുള്ള, സാമ്പത്തികമായ കഴിവുകളുള്ള ആളുകൾക്ക് മാത്രമായി ബന്ധപ്പെട്ട ഒരു അമലാണ് സക്കാത്ത് എന്നത്. വലിയ കോടീശ്വരന്മാർക്ക് ലക്ഷക്കണക്കിന് വരുമാനമുള്ള ആളുകൾക്കൊക്കെ മാത്രമായിട്ടുള്ളതാണ് സക്കാത്ത് എന്നത്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. സക്കാത്തിനെ പറ്റി കൃത്യമായി നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സക്കാത്തിന്റെ അവകാശികളും സക്കാത്ത് ആരൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെയും വളരെ വ്യക്തമായി ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. പരിശുദ്ധമായ ഫിഖഹിന്റെ അടിസ്ഥാനത്തിൽ 595 ഗ്രാം വെള്ളിയുടെ പൈസ ഒരാളുടെ കൈവശം ഉണ്ടാവുകയും ആ പൈസ അവനിൽ ഒരു വർഷം തികയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ 2.5% അവൻ സക്കാത്തായി പാവപ്പെട്ടവന്റെ അവകാശമായി മാറ്റിവെക്കണം, അത് കൊടുക്കേണ്ടവനാണ്. 595 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെള്ളിയുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 60,000 രൂപ വരും. 60,000 രൂപ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്ക് ബാലൻസ് ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ 60,000 രൂപ കച്ചവടത്തിന് ഇറക്കിയതായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഹിജറ വർഷം പൂർത്തിയാകുമ്പോൾ, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അവന്റെ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ അവന്റെ അവശേഷിക്കുന്നത് ഈ 60,000 രൂപയ്ക്കുള്ള പൈസ അവന്റെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5%, അതായത് 1,500 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അല്ലെങ്കിൽ ഈ 60,000 രൂപയും ആ ഹറാമായ ധനമായി മാറിപ്പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. ഈ 1,500 രൂപ പാവപ്പെട്ടവന്റെ അവകാശമായി നമ്മൾ കൊടുത്തില്ല എങ്കിൽ ആ 60,000 രൂപയും അവന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ഹറാമായ സമ്പാദ്യമായി മാറിപ്പോവുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഫിഖഹിന്റെ ഉലമാക്കൾ, വിശുദ്ധമായ ഹദീസ് അതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 595 ഗ്രാം വെള്ളിയുടെ പൈസ ഒരാളുടെ കൈവശം ഒരു വർഷം അവന്റെ കൈവശമുണ്ട് എങ്കിൽ അവൻ സക്കാത്തിന്റെ അവകാശിയാണ്, സക്കാത്ത് കൊടുക്കേണ്ടവനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ 595 ഗ്രാം വെള്ളിയുടെ പൈസക്ക് 60,000 രൂപയ്ക്ക് ഒരാൾ കച്ചവടം തുടങ്ങിയെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഇന്നത്തെ ദിവസം ഒരാൾ 60,000 രൂപയുടെ ഒരു കച്ചവടം തുടങ്ങി. അടുത്ത വർഷം റമദാനിന്റെ ഈ ദിവസമാകുമ്പോൾ അവന്റെ വിറ്റുപോയ കണക്കിനല്ല അതിൽ സക്കാത്തിന്റെ കണക്കാക്കേണ്ടത്, മറിച്ച് അവന്റെ കടയിൽ ബാക്കി അവശേഷിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ എത്ര രൂപയുണ്ടാവും? അത് 60,000 രൂപ എത്തിയാലോ അതിനേക്കാൾ കൂടിയാലോ അതിന്റെ 2.5% അവന്റെ സക്കാത്തായിട്ട് അവൻ കൊടുക്കേണ്ടവനാണ്. ഇത് ഏത് മേഖലകളിലുമുണ്ട്. ഏത് കച്ചവടമാണെങ്കിലും, പലചരക്ക് കച്ചവടമാണെങ്കിലും, സ്വർണ്ണ കച്ചവടമാണെങ്കിലും, അതുപോലെ പഴക്കച്ചവടമാണെങ്കിലും, പച്ചക്കറി കച്ചവടമാണെങ്കിലും, ഏത് തരത്തിലുള്ള കച്ചവടമാണെങ്കിലും ഇതിലുണ്ട്. മാത്രമല്ല, ഒരു വണ്ടി കച്ചവടം നടത്തുന്നവനാണെങ്കിലും സ്ഥല കച്ചവടം നടത്തുന്നവനാണെങ്കിലും ഇതൊക്കെ ഈ പരിധിയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. കുറച്ച് വെള്ളിയോ സ്വർണമോ ഒക്കെ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് മാത്രമാണുള്ളതാണ് സക്കാത്ത് എന്നാണ് നമ്മൾ പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കച്ചവട ചരക്കുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ 595 ഗ്രാം സ്വർണത്തിന്റെ പൈസയ്ക്ക് വേണ്ടി ഒരാൾ കച്ചവടം നടത്തി ഒരു വർഷം അവൻ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2.5% ഏത് കച്ചവടം നടത്തുന്നവനാണെങ്കിലും അതിന്റെ 2.5% പാവപ്പെട്ടവന് കൊടുക്കണം എന്നതാണ് വിശുദ്ധമായ ദീനിന്റെ നിയമമാക്കി പഠിപ്പിക്കപ്പെടുന്നത്.
അതുകൊണ്ട് സക്കാത്തിന്റെ അവകാശികളിൽ നമ്മളിൽ കൂട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ സക്കാത്തിന്റെ അവകാശിയല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ വരുമാനം അല്ലെങ്കിൽ കച്ചവടം, ബിസിനസ്സുകൾ, ഇതൊക്കെ നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കണം. അതിന്റെ ആ ശതമാന കണക്കിലേക്ക്, നിശ്ചിത തുകയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ 2.5% അവൻ കൊടുക്കണം എന്നതാണ് വിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, ഈ സക്കാത്ത് എന്ന നിർവഹണം എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനെ പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയില്ല എങ്കിൽ നമ്മുടെ സാമ്പത്തികമായ വിശുദ്ധി നമുക്ക് കൈവരിക്കാൻ കഴിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സക്കാത്തിന്റെ കച്ചവട സാമ്പത്തികമായ സക്കാത്തിന് അവകാശപ്പെടുന്ന ആളുകൾ ഈ തരത്തിൽ അവരുടെ കണക്കുകൾ നോക്കി അവരുടെ സക്കാത്തുകളെ കൃത്യമായി പൂർത്തീകരിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു